എല്ലാവർക്കും വന്ദനം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഒരു പ്രാർത്ഥനയായിട്ട് കൂടാൻ കർത്താവ് കൃപ തന്നല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. നിങ്ങളുടെ വിശ്വാസം സർവ ലോകത്തിലും പ്രസിദ്ധമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇത് ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളും വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ ജീസസ് എവരിഡേ ശ്രദ്ധിക്കുകയുള്ളു. നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്നവരാണ്. നിങ്ങളുടെ ഇടയിൽ നൂറുകണക്കിന് ചോദ്യങ്ങൾ വരും. ഞങ്ങൾ വിശ്വാസത്തിന് വേണ്ടി നിന്നിട്ട് ഞങ്ങൾ ഇതുവരെ മറുപടി കണ്ടില്ല എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന് മറുപടിയേ ഉള്ളൂ. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകില്ല, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകില്ല. വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്ക് പരാജയപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന വലിയ തീരുമാനം വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ള തീരുമാനമില്ലേ, ആ തീരുമാനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. വിശ്വാസം എല്ലാം കൊണ്ടുവരും. വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ പണിയും. വിശ്വാസം നിങ്ങളെ മാറ്റിമറിക്കും. വിശ്വാസം നിങ്ങളുടെ കുടുംബത്തെ അഭിമാനമുള്ള കുടുംബമാക്കി മാറ്റും. അപ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനങ്ങളെല്ലാം നമ്മോട് പറയുന്നത് വിശ്വാസം ഒരു അനുഗ്രഹമാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അടുത്ത വാക്യമാണ്. റോമാലേഖനം 1:8 നമ്മൾ അന്ന് വായിച്ചത്. ഇന്ന് നമ്മൾ വായിക്കുന്നത്, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ച് സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഇടവിടാതെ നിങ്ങളെ ഞാൻ ഓർക്കുന്നു. മാത്രമല്ല, ദൈവഹിതപ്രകാരം എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമാണ് സാക്ഷി. അതായത് ഞാനിതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെല്ലാം ഒരു മുഖസ്തുതി പറയുന്നതാണ് എന്നോ വിചാരിക്കാം. എന്നാൽ എൻ്റെ ദൈവത്തിന് അറിയാം, ഞാൻ ആത്മാവിൽ എപ്പോഴും ആരാധിക്കുന്ന എൻ്റെ ദൈവത്തിന് ഈ കാര്യങ്ങൾ അറിയാം. ഞാൻ അതുപോലെയാണ് നിങ്ങളെ കാണാൻ കൊതിക്കുന്നത്. ഒരു അപ്പോസ്തലനായ ഒരു ദൈവദാസൻ, ഒരു വിശ്വാസിയായ ഒരു ദൈവ മനുഷ്യൻ, പുതിയ നിയമത്തിലെ ആ ദൈവദാസൻ സഭയ്ക്ക് തരുന്ന ഒരു മൂല്യമേറിയ ചില കാര്യങ്ങളിൽ ഒന്നാണ് ആത്മാവോടെ ദൈവത്തെ സേവിക്കുക. ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന സേവിക്കുന്ന ദൈവം, ആത്മാവിൽ എപ്പോഴും ദൈവത്തെ സേവിക്കുന്നവൻ. കർത്താവ് നമ്മെ വിളിച്ചത് ഒരു ഞായറാഴ്ചയോ ഒരു ഇടദിവസമോ വന്ന് ആരാധിക്കാനല്ല. ഏത് നേരത്തും ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്ന സേവിക്കുന്ന ഒരു ജീവിത ശൈലി ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ഇടറിപ്പോകും. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ 24 മണിക്കൂറും 365 ദിവസവും ഞാൻ എപ്പോഴും എല്ലാ നിമിഷവും കർത്താവിൽ ആയിരിക്കണം, കർത്താവിൽ ആനന്ദിക്കണം, കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. മുമ്പ് ഞാൻ ലോകത്തിന് അടിമയായിരുന്നു. ഇപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസൻ. ദാസൻ എന്ന് പറഞ്ഞാൽ അടിമ. അടിമ എപ്പോഴും യജമാനൻ്റെ കൂടെയാണ്. സ്വന്തമായിട്ട് പ്ലാനുകളില്ല, സ്വന്തമായിട്ട് താല്പര്യങ്ങളില്ല, സ്വന്തമായിട്ട് തീരുമാനങ്ങളില്ല. മുഴുവനും ദൈവത്തിലാണ്. ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. എപ്പോഴും ആത്മാവിൽ ആരാധിക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം. പൗലോസ് സദാ പറയുന്നത്, എൻ്റെ ആത്മാവിൽ ഞാൻ ദൈവത്തെ സേവിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇടവിടാതെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ പ്രാർത്ഥന
എല്ലാ ദിവസവും രാത്രി 10 തൊട്ട് 11 മണി വരെയല്ല, രാവിലെ എഴുന്നേറ്റ് 5 തൊട്ട് 6 മണി വരെയല്ല. ഇനി രാവിലെ ഉച്ചക്കും വൈകിട്ടും ദാവീദിനെ പോലെയുമല്ല, ദാനിയേലിനെ പോലെയുമല്ല. പൗലോസിന്റെ പ്രാർത്ഥന ഇടവിടാതെ, അദ്ദേഹം പറയുന്നത് ഇടവിടാതെയുള്ള ഒരു പ്രാർത്ഥന. എപ്പോഴും ആത്മാവിൽ ആരാധിക്കുന്നു, ഇടവിടാതെയുള്ള പ്രാർത്ഥന. ഇതിൽ നിന്ന് മനസ്സിലാകും, ഇങ്ങനെ ഒരു പ്രകൃതമായിരുന്നത് കൊണ്ടാണ് പൗലോസിന്റെ നിഴലും പത്രോസിൻ്റെയൊക്കെ നിഴലും അത്ഭുതമായത്. പൗലോസിൻ്റെ ശരീരത്തെ മുട്ടിയിരുന്ന വസ്ത്രങ്ങൾ പോലും ഭൂതങ്ങളെ പുറത്താക്കി അതെവിടെയെങ്കിലും നാട്ടിൽ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു തളർവാദ രോഗിയുടെ മേലിട്ടാൽ ആ തളർവാദ രോഗി ചാടി എഴുന്നേൽക്കുമായിരുന്നു. കാരണം ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്ന, ഇടവിടാതെ സ്തുതിക്കുന്ന, ഇടവിടാതെ ആരാധിക്കുന്ന, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം ആർക്കും വിവരിക്കാൻ കഴിയില്ല. അത്ര മൂല്യമേറിയ പ്രാർത്ഥന. ആഫ്രിക്കയിലൊക്കെ ഉണർവ് കൊണ്ടുവന്ന ദൈവദാസന്മാരെ കുറിച്ച് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ബെൻസൺ ഇഡിഹോസ എന്ന ദൈവദാസൻ അസാധാരണമായിട്ട് ദൈവം ഉപയോഗിച്ച അദ്ദേഹമാണ് അവിടുത്തെ ദൈവസഭകളുടെ ഒരു ആത്മീക പിതാവെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആത്മീക പിതാവ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബബുലേല, അങ്ങനെ ഏതോ ഒരു പേരാണ്. ഈ ദൈവദാസനെ കുറിച്ച് വലിയ അറിവുകളോ യൂട്യൂബിലോ ഒന്നുമില്ല. കാരണം അതിനുശേഷമാണ് ഈ മീഡിയ എല്ലാം വന്നത്. ഈ ദൈവദാസൻ 24 മണിക്കൂറും പ്രാർത്ഥനയിലാണ്. ഒരിക്കലൊരു മലയിലോട്ട് കയറിയിട്ട് ആ കാട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മലമ്പാമ്പ് ചുറ്റിയത് അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല, മലമ്പാമ്പിനെ പറ്റിയുള്ളൂ. അദ്ദേഹത്തിന് കേടൊന്നും വന്നില്ല. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കയറി വലിഞ്ഞു മുറുകിയത് അദ്ദേഹത്തെ കൊല്ലാനാണ്. മലമ്പാമ്പിൻ്റെ പരിപാടി തീർന്നു. ഇതുപോലെ പ്രാർത്ഥനയിൽ ഇടവിടാതെ കർത്താവുമായിട്ട് അതുപോലെ കണക്റ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് മലമ്പാമ്പ് ചുറ്റിയിട്ട് പോലും അറിഞ്ഞില്ല. ദേശക്കാർ തൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ നദിക്ക് വേണ്ടി ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാം, നിങ്ങൾ ഈ നദിയിലെ വെള്ളം കോരിക്കൊണ്ട് പോയാൽ മതി. അങ്ങനെ ജനങ്ങൾ അദ്ദേഹം പ്രാർത്ഥിച്ച നദിയിലെ വെള്ളം കോരിക്കൊണ്ടുപോയി. നദി വറ്റിപ്പോയി, വലിയൊരു നദി വറ്റിപ്പോയെന്ന്. കാരണം ഒരു സമൂഹം മൊത്തം വന്ന് വെള്ളം കോരിയാൽ എങ്ങനെയുണ്ടാവും? അതുപോലെ ദൈവം ഉപയോഗിച്ചവരൊക്കെ ഉണ്ട്. അതായത് ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ഇടവിടാതെ ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്നവർ ഇന്നും മനുഷ്യ സമൂഹത്തിലുണ്ട്. നിങ്ങൾക്കൊരു വലിയ മിനിസ്ട്രി ചെയ്യാൻ കൊതിയുണ്ടോ? മാനുഷിക ബന്ധങ്ങളിൽ നിന്നൊന്ന് അടർന്നു മാറി ഈ സ്വർഗീയ ബന്ധത്തിലേക്കൊന്ന് കയറാമോ? പൗലോസ് പറയുകയാണ്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നു ഏത് നേരത്തും, ഞാൻ ഇടവിടാതെ സ്തോത്രം ചെയ്യുന്നു ഏത് നേരത്തും. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളാകുന്നത്, നമ്മുടെ വാക്കുകളാണ് പ്രവർത്തികളാകുന്നത്. ചിന്തകൾ പൂമുട്ടുകൾ പോലെയാണ്, വാക്കുകൾ പൂക്കൾ പോലെയാണ്. പിന്നീട് വരുന്ന ഫലങ്ങളാണ് നമ്മുടെ പ്രവർത്തികൾ. അപ്പോൾ നമുക്ക് ഫലം കായ്ക്കണ്ടേ? ചെറിയ ചിന്തകളിൽ ആരംഭിക്കും. കർത്താവിൽ ധ്യാനിക്കുന്നവർക്കേ അതുപോലെ ചെയ്യാൻ കഴിയും. സ്മിത്ത് വിഗിൾസ്വർത്ത് പറഞ്ഞു, ബൈബിളില്ലാതെ നിങ്ങൾ എന്നെ കണ്ടാൽ ഞാൻ ഇത്രയും നഷ്ടപരിഹാരം പണം തരാം. ഏത് നേരവും കയ്യിലൊരു ബൈബിളുമായി നടക്കുന്നയാൾ, 1 മണിക്കൂറിൻ്റെ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന മനുഷ്യൻ, ഭക്ഷണത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നയാൾ. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എത്ര നേരമാണ് പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ പ്രാർത്ഥിക്കാറില്ല, എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാത്ത അരമണിക്കൂറില്ല. അതിൻ്റെ അർത്ഥം ബാക്കി ബൈബിൾ വായനയും ബാക്കി പ്രാർത്ഥനയും. നമ്മൾ പറയും വിഡ്ഢികളല്ലേ, വേറൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ലേ? ഇത്രയും എൻ്റർടൈൻമെൻറ്റാണ് അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കിയത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം
സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ബൈബിൾ വായനയും പ്രാർത്ഥനയുമായിരുന്നു. ദൈവം നമ്മെ വിളിച്ചത് അതിനാണ്. വെയിലാറുമ്പോൾ ദൈവം തോട്ടത്തിലിറങ്ങി നടക്കും. ആദാമും ഹൗവയും ഓടിച്ചെല്ലും. അവരുടെ ആനന്ദം കർത്താവിലായിരുന്നു. അവരുടെ സന്തോഷം ദൈവത്തിലായിരുന്നു. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, മക്കളെ വാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേർ വരൂല, എനിക്ക് പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് 2 പെൺപിള്ളേരും മാറിയിരിക്കും. എന്നാൽ വാസ്തവത്തിൽ ആ കുടുംബ പ്രാർത്ഥന ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ? കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ആണ് ഒരു വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം. വ്യക്തിപരമായ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. ഈ സത്യങ്ങളൊന്നും തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു മടുപ്പായി തോന്നുന്നത്. ഇന്ന് ഭൂമിയിൽ ഉള്ള എല്ലാ ആനന്ദത്തേക്കാൾ ഏറ്റവും മികച്ചത് കർത്താവിനെ ആരാധിക്കുന്നതും കർത്താവിൻ്റെ കൂടെ നടക്കുന്നതും തന്നെയാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ ആത്മാവിൽ ഏതു നേരത്തും ആരാധിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. 3-ാമത്തെ കാര്യം, നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹിച്ചു, നടന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. ഞാനായിട്ടൊരു എഫർട്ട് എടുത്തില്ല, വരണമെന്ന് വിചാരിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്ന ഒരു വ്യക്തി, ഒരു വിധേയത്വം. കർത്താവ് ചെയ്യുമെന്ന്, നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ആ വാക്യം ഒന്നുകൂടി വായിക്കുക. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ട ദൈവ ഇഷ്ടത്താൽ എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു, കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ നടന്നാൽ മതി എന്നുള്ളതിനെ അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഞാൻ എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലാണ്, ഞാൻ എപ്പോഴും പ്രാർത്ഥനയിലും സ്തോത്രത്തിലുമാണ്. എന്നാൽ നിങ്ങളുടെ അടുത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്, കർത്താവിൻ്റെ ഇഷ്ടം പോലെ മാത്രം. ദൈവം അനുവദിച്ചാൽ, കർത്താവിൻ്റെ പദ്ധതി പോലെയുള്ള സമയത്ത് നിങ്ങളെ കാണാൻ ഞാൻ എടുത്തുചാടില്ല. കർത്താവ് എന്നെ അയക്കുന്നൊരു സമയമുണ്ട്, അതൊരു ശരിയായ സമയമാണ്, അതൊരു അത്ഭുത സമയമായിരിക്കും. ആ സമയം ഞാനും നിങ്ങളും തമ്മിൽ കണ്ടുമുട്ടുന്നത് വലിയ വിടുതലായിരിക്കും. കർത്താവ് അയച്ചിട്ട് വരുന്നത്, പ്രിയമുള്ളവരെ, കർത്താവ് അയച്ചിട്ട് പോകുന്നതും നമ്മളായിട്ട് പോകുന്നതും തമ്മിൽ വ്യത്യാസമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസനായ പൗലോസ് റോമാ സഭയിലേക്ക് പോകാൻ നാളുകളായിട്ട് കർത്താവിൻ്റെ സമയം കാത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മൂല്യമേറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ യേശു കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഏത് നേരത്തും ഒന്ന് ആത്മാവിൽ ആരാധിക്കുവാൻ, ഏത് നേരത്തും ഒന്ന് പ്രാർത്ഥന മൂഡിൽ ജീവിക്കുവാൻ, ദൈവ ഇഷ്ടം വരെയും കാത്തിരിക്കുവാൻ, ഈ 3 ഗുണങ്ങളുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഇന്നത് കേട്ട ഓരോ വ്യക്തികൾക്കും ഇത് പ്രയോജനപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കഴിവുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യാതെ തക്ക സമയത്ത് എല്ലാം ഭംഗിയായി ചെയ്യുന്ന കർത്താവിൽ ആശ്രയിച്ച് ചെയ്യാൻ ഞങ്ങളെ സമർപ്പിക്കും. കേൾക്കുന്ന എല്ലാവർക്കും ധാരാളം കൃപയുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ കരം നമ്മോട് കൂടി ഇരുന്ന് പ്രവർത്തിക്കട്ടെ. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കാം. നാളെ ഇതേ സമയത്ത് ജീസസ് എവരി ഡേ നമുക്ക് ഒരുമിച്ച് കാണാം. മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മറക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷക. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടിനാ.
പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെന്നിൽ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്രമേൽ കാത്തു നിന്നെന്നെ നീ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ക്രൂശിൽ കിടന്നപ്പോഴും ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും വാണിയല്ല വേദന. നാശത്തിലായൊരൻ രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോധനം. ക്രൂശിൽ കിടന്നപ്പോഴും ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും വാണിയല്ല വേദന. നാശത്തിലായൊരൻ രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആബോധനം. എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എന്നെ സ്നേഹിച്ചുവോ ഇതെത്രയും വിചിത്രമേശു രക്ഷകാ.